ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ജാവാസ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ലോക്കൽ സ്റ്റോറേജ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോക്കൽ സ്റ്റോറേജിൽ ആ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ നമുക്കിപ്പം ഇവിടെ നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ നമുക്ക് ടെസ്റ്റ് വന്നു. ഇനി നമ്മൾ പെപ്പർ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ആഡ് ആവുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ വാല്യൂ എപ്പോഴും റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ പെപ്പറാണ്. ഇനിയിപ്പോൾ നമുക്ക് സോൾട്ട് ആണെങ്കിൽ ആഡ് നൗ കൊടുക്കുമ്പോൾ ഇവിടെ സോൾട്ട് വരുമ്പം ഇവിടെയും സോൾട്ടാണ് വരുന്നത്. മറ്റൊരു പ്രശ്നം എന്തായിരുന്നു, നമ്മളിവിടെ റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം എന്താണോ ആഡ് ആയത് അത് മാത്രമേ ഇവിടെ യൂസർ ഇൻ്റർഫേസിൽ കാണിക്കുന്നുള്ളൂ, അല്ലേ? കാരണം ഇപ്പോൾ നമ്മുടെ മെമ്മറി എന്ന് പറയുമ്പോൾ ബ്രൗസറിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ഈ ഒരു ലോക്കൽ സ്റ്റോറേജ് ആണ്. അവിടെ ഇപ്പോൾ സോൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് പുറകിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കൺസെപ്റ്റിൻ്റെ പേരാണ് അറേ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? എന്തിനായിരുന്നു അറേ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ വേരിയബിൾ ആണെങ്കിൽ വേരിയബിളിൽ നമുക്ക് ഒരു വാല്യൂ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിലധികം വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അറേ ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് അറേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഓരോ തവണ നമ്മളിവിടെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അതിനെ ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിളിനകത്തുള്ള വാല്യൂസിനെ നമുക്കൊരു അറേയിലേക്ക് നമുക്ക് പുഷ് ചെയ്യണം. അപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പുഷും ജാവാസ്ക്രിപ്റ്റിന് കുറേ മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു മെത്തേഡാണ് നമുക്കിന്ന് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കിച്ചൺ ഇൻപുട്ട് ഡേറ്റ അറേ എന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഈസ് ഈക്വൽ ടു നമ്മളൊരു empty അറേയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? കിച്ചൺ ഇൻപുട്ട് ഡേറ്റ ഉണ്ട്. ആ കിച്ചൺ ഇൻപുട്ട് ഡേറ്റയെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, ഇനിയിപ്പോൾ റൈസാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കിച്ചൺ ഇൻപുട്ട് ഈ ഡേറ്റയിലേക്ക് നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്യും. കാരണം നമുക്ക് ഓരോ വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു വാല്യൂവിന് നമ്മൾ ഈ ഒരു അറേയിലേക്ക് നമ്മൾ പുഷ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ വരണം? നമുക്ക് ബിൽഡ് UI വേണ്ട, ആഡ് കിച്ചൺ ഐറ്റംസിൽ വരണം. ഓക്കെ, ആഡ് കിച്ചൺ ഐറ്റംസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ വരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കിച്ചൺ ഇൻപുട്ട് ഡേറ്റ അറേ ഡോട്ട് പുഷ്, അത് അറേ ആയതുകൊണ്ട് നമുക്ക് പുഷ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. എന്താണ് നമ്മളിനി പുഷ് ചെയ്ത് അതിനകത്തേക്ക് കയറ്റേണ്ടത്? കിച്ചൺ ഇൻപുട്ട് ഡേറ്റയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ വന്നിട്ട് നമ്മൾ console.logലേക്ക് നമുക്ക് നോക്കാം. കിച്ചൺ ഇൻപുട്ട് ഡേറ്റ അറേ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ വന്നു, നമ്മൾ കൺസോളിൽ വന്നു. ഞാൻ റീഫ്രഷ് ചെയ്തു. ഇനി ഞാനിപ്പോൾ വന്നിട്ട് സോൾട്ട് പ്രസ് കൊടുക്കുകയാണെങ്കിൽ കണ്ട സോൾട്ട് ആഡായി. ഇനി ഞാൻ വന്നിട്ട് പെപ്പർ കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ല, സോൾട്ടും പെപ്പറും ആഡായി, അല്ലേ? ഇങ്ങനെ ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ അരയിലേക്ക് വാല്യൂസ് പുഷ് ആവാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും നമ്മുടെ ലോക്കൽ സ്റ്റോറേജ് എന്താണ്? ഇപ്പോഴും പെപ്പറിലാണ് കിടക്കുന്നത്, ലാസ്റ്റ് വാല്യൂവിലാണ് കിടക്കുന്നത്. ഇനി ആ അരേ നമ്മൾ എവിടെ കൊണ്ടുവരണം? നമ്മുടെ ഈ ഒരു ലോക്കൽ സ്റ്റോറേജിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ലോക്കൽ സ്റ്റോറേജ് ആണ്. അപ്പോൾ നമ്മുടെ കൺട്രോള് നമ്മുടെ സെറ്റ് ലോക്കൽ സ്റ്റോറേജിലേക്ക് വരുന്നു. ഇനി മുതൽ കിച്ചൺ ഇൻപുട്ട് ഡേറ്റയ്ക്ക് പകരം നമ്മൾ എന്താണ് പാസ് ചെയ്യേണ്ടത്? കിച്ചൺ ഇൻപുട്ട് ഡേറ്റ അരേ ആണ് പാസ് ചെയ്യേണ്ടത്, അല്ലേ? അതും സിമ്പിളായിട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഇനി നമ്മൾ സോൾട്ട് കൊടുത്തു, സോൾട്ട് വന്നു. ഇനി നമ്മൾ റൈസ് കൊടുത്തു, റൈസ് വന്നു. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോൾട്ട് റൈസ് എന്നും പറഞ്ഞു വന്നു. ഇപ്പോൾ 2 വാല്യൂ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് എന്നും പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, 3 വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ 3 വാല്യൂസ് ഒരുമിച്ചാണ് ഇവിടെ ആഡ് ആവുന്നത്. അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വാല്യൂസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്, ഒന്നിലധികം വാല്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലോക്കൽ സ്റ്റോറേജ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു അരയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ കൺട്രോൾ വരുന്നത് എങ്ങോട്ടാണ്? അടുത്ത ഗെറ്റ് ലോക്കൽ സ്റ്റോറേജ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യത്തെ കൺസെപ്റ്റിൽ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ വാല്യൂസ് ആഡ് ചെയ്തതിന് ശേഷം ഇവിടുന്നാണ് നമ്മളിനി ഓരോ വാല്യൂസിനെ നമ്മുടെ ഈ ഒരു യൂസർ ഇൻ്റർഫേസിലേക്ക് എടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു അരേ എന്ന് പറയുന്ന വാല്യൂസിനെ നമുക്ക് ഗെറ്റ് ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിച്ച് നമുക്ക് എടുക്കണം, അല്ലേ? അപ്പോൾ നമ്മളിപ്പം ഗെറ്റ് ലോക്കൽ സ്റ്റോറേജിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കിച്ചൺ ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്ന ഒരൊറ്റ വാല്യൂ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു വാല്യൂ അല്ല അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, ഒന്നിലധികം വാല്യൂസ് ആണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വേരിയബിൾ അല്ല നമുക്കിനി വേണ്ടത്. നമുക്കിനി ആ ഒരു കിച്ചൺ ഇൻപുട്ട് ഡേറ്റ അരയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആ കിച്ചൺ ഇൻപുട്ട് ഡേറ്റ അരയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആ ലോക്കൽ സ്റ്റോറേജിലുള്ള കിച്ചൺ ഇൻപുട്ട് എടുത്തു. കിച്ചൺ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ
വാല്യൂ ആദ്യം സെറ്റ് ചെയ്തു, ഒരു അറേ സെറ്റ് ചെയ്തു, ആ അറേ നമ്മൾ തിരിച്ചെടുത്തു. അതിനുശേഷം നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വാല്യൂവിനെ നമുക്കിവിടെ തിരിച്ച് കിച്ചൺ ഇൻപുട്ട് ഡാറ്റ അറേയിൽ കിട്ടിയോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ console.logനകത്ത് പോയിട്ട് നമ്മൾ ഈ ഒരു കിച്ചൺ ഇൻപുട്ട് ഡാറ്റ അറേയെ നമ്മൾ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ലോക്കൽ സ്റ്റോറേജിൽ നിന്ന് എടുത്ത വാല്യൂ നമുക്ക് അവൈലബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നു, ഇവിടെ വന്നിട്ട് ഞാൻ സോൾട്ട് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് ആഡ് നൗ കൊടുത്തു. കണ്ടില്ലേ, ആഡ് നൗ കൊടുത്തു കഴിയുമ്പം നമുക്കിവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. എന്താണ്? കിച്ചൺ ഇൻപുട്ട് ഡാറ്റ അറേ ഡോട്ട് പുഷ് ഈസ് നോട്ട് എ ഫങ്ഷൻ. അതായത് പുഷ് എന്ന് പറയുന്ന മെത്തേഡ് ഒരു അറേയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് വേറൊരു വേരിയബിളിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്ന വാല്യൂ ഒരു അറേ അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു അറേയുടെ ഫോർമാറ്റിലല്ല നമ്മുടെ വാല്യൂ കിടക്കുന്നത്. എങ്ങനെയാണ്? സോൾട്ട് റൈസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇതൊരിക്കലും ഒരു അറേയുടെ ഫോർമാറ്റ് അല്ല. അറേയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്? അറേയ്ക്ക് ഒരു ഫോർമാറ്റ് ഇല്ലേ, ഒരു വിൻഡോ പോലെ വന്നിട്ട് ഓരോ ഡബിൾ കോട്ട്സിനകത്തോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിനകത്തല്ലേ നമ്മുടെ വാല്യൂ വരേണ്ടത്. അപ്പോൾ എവിടെയോ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ശ്രദ്ധയോടെ കേൾക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെക്ഷനില്ലേ ലോക്കൽ സ്റ്റോറേജിന് എപ്പോഴും സ്ട്രിങ്സിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഈസ് ഇറ്റ് ട്രൂ ദാറ്റ് ലോക്കൽ സ്റ്റോറേജ് അക്സെപ്റ്റ്സ് ഓൺലി സ്ട്രിങ്സ്? നമുക്കത് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇൻ മെനി ബ്രൗസേഴ്സ് ലോക്കൽ സ്റ്റോറേജ് ക്യാൻ ഓൺലി സ്റ്റോർ സ്ട്രിങ്സ്. സോ വെൻ വി സ്റ്റോർ ദ ബൂളിയൻ ട്രൂ ഓർ ഫോൾസ്, നമ്മളിപ്പം ഈ ഒരു ട്രൂ ഓർ ഫോൾസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഇറ്റ് ആക്ച്വലി സ്റ്റോർസ് ആസ് എ സ്ട്രിങ്സ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും അതെപ്പോഴും സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷനിലും വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു സ്ട്രിങ് മാത്രമാണ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രിങ് ആയിട്ടല്ല ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നമുക്കിതിനെ സ്ട്രിങ് ആക്കി മാറ്റണം. സ്ട്രിങ് ആക്കി മാറ്റിയിട്ട് നമുക്ക് അരയായിട്ട് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ JSON.strigify എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. JSON.strigify. ഇത് നമ്മൾ JSON കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം. ഇതെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ JSON.strigify കൊടുത്തു. ഇനി ഞാൻ വന്നിട്ട് ഇതൊന്ന് ഞാൻ കളഞ്ഞു. അതിനുശേഷം നമുക്കിനി ടെസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇതുണ്ടല്ലേ, ടെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഫോർമാറ്റിലല്ല നമുക്ക് കിടക്കുന്നത്. ഇപ്പം നമുക്കൊരു അറേ ഫോർമാറ്റിലാണ് കിടക്കുന്നത്, സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. കിച്ചൺ ഡാറ്റ ഇൻപുട്ട് അറേ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, എന്തൊക്കെയാലും ആദ്യത്തെ വാല്യൂ നമുക്കിവിടെ എന്തായിട്ട് വന്നിട്ടുണ്ട്? സ്ട്രിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എറർ തൽക്കാലത്തേക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കണ്ടീഷൻ ഒന്ന് കമൻറ്റ് ചെയ്തു. നമുക്ക് നോക്കാം. ഇനി ഞാൻ ടെസ്റ്റ് കൊടുത്തു. ഓക്കെ, വീണ്ടും എറർ വന്നിട്ടുണ്ടോ? ഇല്ല. അതിനുശേഷം ഞാൻ റൈസ് കൊടുത്തു. ഓക്കെ, ടെസ്റ്റും റൈസും വന്നു. ആപ്ലിക്കേഷനിൽ വരികയാണെങ്കിൽ കണ്ടില്ലേ, ടെസ്റ്റും റൈസും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സോൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ ഇപ്പോൾ നോക്കണ്ട, കാരണം നമ്മളിവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ വാല്യൂസിനെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റിനെ നമ്മൾ സ്ട്രിങ് ആക്കി നമ്മൾ സ്റ്റോർ ചെയ്തു. അതിനെ നമുക്ക് ഇനി തിരിച്ചെടുക്കണം അല്ലേ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ നമ്മൾ എനേബിൾ ചെയ്യുക. ഈ ഒരു പോർഷൻ എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയപ്പോഴാണ് മുമ്പേ എന്ത് വന്നത്? നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, കിച്ചൺ ഇൻപുട്ട് ഡാറ്റ അറേ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഈ സ്ട്രിങ്ങിഫൈ ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ വാല്യൂവിനെ എടുക്കാൻ നേരം, അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ നേരം നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു സ്ട്രിങ്ങിഫൈ ആക്കി അവിടെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ചെടുക്കാൻ നേരം ആ അറേയെ നമ്മൾ പഴയതുപോലെ ആക്കണം. ഓക്കെ, അങ്ങനെ പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ ചെയ്യണം. അതായത് JSON തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് JSON ഡോട്ട്, നമ്മളതിനെ പാർസ് ചെയ്യണം. പാർസ് ചെയ്ത് നമ്മുടെ പഴയ വാല്യൂവിലേക്ക് നമ്മളതിനെ കൊണ്ടുവരണം. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നു.
ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ഞാൻ സോൾട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിൽ പോകാൻ നോക്കാം. ഉണ്ടോ, ടെസ്റ്റ് റൈസ് സോൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെപ്പർ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ പെപ്പർ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അൺഡിഫൈൻഡ് ആണ്. നമ്മൾ ഈ ഒരു ബിൽഡ് യുഐയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അതായത് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ നമുക്കിവിടെ വാല്യൂസ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ കൺസോളിൽ നമുക്ക് ആ വാല്യൂസിനെ നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വാല്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ JSON.strigifyയും JSON.parseഉം എന്താണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ, നമ്മുടെ ലോക്കൽ സ്റ്റോറേജിന് നമുക്ക് സ്ട്രിങ് ആയിട്ട് മാത്രമേ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റയെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് സ്ട്രിങ് ആയിട്ടായിരുന്നില്ല സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിനെ JSON.strigify കൊടുത്തിട്ട് ആ കിച്ചൺ ഇൻപുട്ട് ഡേറ്റ ആരെ നമ്മൾ പാസ് ചെയ്തു. ഓക്കെ, അത്രയും കിട്ടി. ഇനി നമ്മൾ ഈ വാല്യൂസിനെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്കിവിടെ ഈ സ്ട്രിങ്സിനെ മാറ്റി നമുക്ക് സാധാരണ ടെക്സ്റ്റാക്കി നമുക്ക് തിരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മുമ്പേ നോക്കിയപ്പം ഒരു കമൻറ്റ് കണ്ടില്ലായിരുന്നു. അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന ബൂളിയൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് JSON.strigify കൊടുത്തിട്ട് മാത്രമേ നമുക്കിവിടെ സ്ട്രിങ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ട്രൂ ഓർ ഫോൾസ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തു. പക്ഷേ ആ വാല്യൂ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുമ്പോൾ നമുക്കതിനെ സ്ട്രിങ് ആയിട്ടല്ല വേണ്ടത്, നമുക്ക് ബൂളിയനായിട്ടാണ് തിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ബൂളിയനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ JSON.parse ചെയ്യണം. ആ സ്ട്രിങ്ങിനെ നമ്മൾ തിരിച്ച് അതിൻ്റെ പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രിങ് ആയിട്ട് നമ്പർ ആഡ് ചെയ്യാം. തിരിച്ച് നമ്മൾ അതിൻ്റെ യൂസിൽ നമ്മൾ എടുക്കാൻ നേരം നമ്മൾ ആ നമ്പറിനെ സ്ട്രിങ് എന്നുള്ള ഫോർമാറ്റിലുമാക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്പറിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് മെത്തേഡ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമ്മൾ കൺസോൾ എടുത്ത് ഞാൻ തൽക്കാലം കളയാണ്. ഇനി നമ്മൾ നേരെ ബിൽഡ് യുഐയിലേക്ക് പോകാൻ പോവാണ്. കാരണം നമ്മുടെ ഇവിടെ ബിൽഡ് യുഐ ഇപ്പോഴും അൺഡിഫൈൻഡ് എന്നും പറഞ്ഞാണ് കിടക്കുന്നത്. നമുക്കിവിടെ വാല്യൂസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ ബിൽഡ് യുഐ തെറ്റായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിൽഡ് യുഐയിലേക്ക് വരുമ്പോൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. എന്തായിരുന്നു അത്? നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ബിൽഡ് യുഐ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മൾ ഇത് കണ്ടില്ല, ഈ സ്പാൻ എലമെൻറ്റിലേക്ക് നമ്മൾ ഇപ്പോഴും ഒരു കിച്ചൺ ഇൻപുട്ട് ഡേറ്റയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചൺ ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് ഒരൊറ്റ തവണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് യൂസർ ഇവിടെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു കിച്ചൺ ഇൻപുട്ട് ഡേറ്റ എടുക്കുന്നുള്ളൂ അല്ലേ. അതിനുശേഷം നമ്മൾ അതിനെ എവിടോട്ട് മാറ്റിയായിരുന്നു? ഒരു അരയിലേക്ക് മാറ്റിയായിരുന്നു. ഇനിയിപ്പോൾ ഈ അരയിലുള്ള ഓരോ വാല്യൂസിനെയും നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ അരയാണ് നമുക്കിനി കിട്ടേണ്ടത്. അപ്പം ഈ കിച്ചൺ ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുകയാണ് ആ അരയ്ക്കകത്തുള്ള ഓരോ വാല്യൂസിനെ എടുത്തിട്ട് ഓരോ LI ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പം നമുക്കറിയാം കിച്ചൺ ഇൻപുട്ട് ഡേറ്റ അരയ്ക്ക് നമുക്ക് ഫോർ ഈച്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡിൻ്റെ സഹായം തേടാം. അതായത് ഓരോ എലമെൻറ്റിനെയും ഈ ഫോർ ഈച്ച് ഉപയോഗിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫോർ ഈച്ചിനകത്ത് ഞാൻ പറയുകയാണ് ഐറ്റം എന്നും പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാനൊരു ആരോ ഫംഗ്ഷൻ കൊടുത്തു. ഓക്കെ, ആരോ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്നും പറഞ്ഞ് വേണമെങ്കിൽ വിളിക്കാം ഇവിടെ. ഓക്കെ, അതിന് പകരമുള്ള ഒരു ഷോർട്ട് കട്ടാണ് ES6 ആണ് ഈ ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഈ ആരോ ഫംഗ്ഷനിൽ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് console.log ആ ഒരു ഐറ്റം എന്നല്ലേ നമ്മൾ കൊടുത്തത്. ഈ ഐറ്റത്തെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. കൺസോളിൽ വന്നു, ഇത് കണ്ടില്ലേ, ടെസ്റ്റ് റൈസ് സോൾട്ട് പെപ്പർ AST. അതായത് ഈ ഒരു ഓരോ വാല്യൂസിനെയും ആ ഒരു ഐറ്റം എടുത്തിട്ട് നമുക്കിവിടെ കൺസോളിൽ കൊണ്ട് തന്നു. കണ്ടില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത് സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റിലാണോ? ഒരിക്കലുമല്ല. നമുക്ക് ഇവിടെ സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നമ്മളത് പാസ് ചെയ്തത് കൊണ്ട് നമുക്ക് സാധാരണ ടെക്സ്റ്റായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഓരോ വാല്യൂസിനെയും നമുക്ക് LI ക്രിയേറ്റ് ചെയ്യണം. ഈ ഓരോ വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. സിമ്പിളാണ്. ഈ console.log എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത്രയും നമ്മുടെ ആ ഒരു ബിൽഡ് UI പ്രോസസ്സിനെ മൊത്തം ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ വന്നിട്ട് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ആ ഒരു ഫോർ ഈച്ചിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോഴും കാര്യങ്ങൾ തീർന്നിട്ടില്ല. കിച്ചൺ ഇൻപുട്ട് ഡേറ്റയ്ക്ക് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഈ ഐറ്റത്തിനെയാണ് കൊടുക്കേണ്ടത്. കാരണം ഞാൻ മുമ്പേ കൺസോളിൽ കാണിച്ചായിരുന്നല്ലോ, ഓരോ ഐറ്റം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഓരോ അരയിലെ ഐറ്റത്തിനെയാണ്. ഓക്കെ, നമുക്കിനി ഇവിടെ ഒന്നുകൂടെ നോക്കാം. കണ്ടില്ല, ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തുള്ള വാല്യൂസിനെ മൊത്തം നമുക്കിവിടെ കിട്ടി. ടെസ്റ്റ് റൈസ് സോൾട്ട് പെപ്പർ AST. കണ്ടില്ലേ, എല്ലാം കിട്ടി. ഞാനിവിടെ വേണമെങ്കിൽ ഇതിനൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ റീഫ്രഷ് ചെയ്യുമ്പം വാല്യൂസ് എല്ലാം പോയി. നമുക്കിനി ഓരോന്നായിട്ട് ആഡ് ചെയ്യാം.
പെപ്പർ വന്നു, സോൾട്ട് വന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചു അല്ലേ? പെപ്പറും ഉണ്ട്, സോൾട്ടും ഉണ്ട്. ഓക്കെ, 2 വട്ടം പെപ്പർ വന്നു. ഇനി ഞാൻ റൈസ് കൊടുക്കുകയാണ്. റൈസ് കൊടുത്തപ്പം പെപ്പർ സോൾട്ട് റൈസ്. ഓ മൈ ഗോഡ്, കണ്ടില്ലേ? ഇവിടെ പക്ഷേ നമുക്ക് 3 ഐറ്റം ഉള്ളൂ, പെപ്പർ സോൾട്ട് റൈസ്. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പം പെപ്പർ സോൾട്ട് റൈസ്. അതെന്താണ് നമ്മൾ പുതിയതായിട്ടൊരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നത്? ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും പിടിയുണ്ടോ? പെപ്പർ സോൾട്ട് റൈസ്. അടിപൊളി. അപ്പം ഇത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എന്തായിരിക്കും വിഷയം, എന്തായിരിക്കും പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം അതെന്താ പ്രശ്നം എന്നുള്ളത്. നമ്മളിവിടെ കിച്ചൺ ഇൻപുട്ട് ഡാറ്റ അരേ നമ്മുടെ സെറ്റ് ലോക്കൽ സ്റ്റോറേജിനകത്ത് കൊടുത്തു. അതിനുശേഷം ഗെറ്റ് ലോക്കൽ സ്റ്റോറേജിനകത്തും വന്നു. ഗെറ്റ് ലോക്കൽ സ്റ്റോറേജിനകത്ത് ഈ 4 ഐറ്റം ഇപ്പോൾ കിടപ്പുണ്ട്. ഈ 4 ഐറ്റത്തിനെയും കൊണ്ടാണ് ഈ ബിൽഡ് യു എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ വരുന്നത് അല്ലേ? ബിൽഡ് യുയിലേക്ക് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഈ കിച്ചൺ ഇൻപുട്ട് അരേക്കകത്തുള്ള ഓരോ എലമെൻറ്റിനെയും അത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഒരു പുതിയൊരു വാല്യൂ ആഡ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു വാല്യൂ വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഗെറ്റ് ലോക്കൽ സ്റ്റോറേജിനകത്ത് വന്നതിന് ശേഷം വീണ്ടും ബിൽഡ് യു ഐനെ വിളിക്കുകയാണ്. വീണ്ടും ബിൽഡ് യു ഐ വിളിക്കുമ്പം വീണ്ടും ഈ ഒരു വാല്യൂ പ്രോസസ്സ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ആദ്യം 4 ഐറ്റം കൊണ്ട് വന്നിട്ട് അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയതായിട്ടൊരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഗെറ്റ് ലോക്കൽ സ്റ്റോറേജിൽ പോയിട്ട് വീണ്ടും ബിൽഡ് യു ഐയിലേക്ക് വന്നിട്ട് വീണ്ടും ഈ ഒരു പ്രോസസ്സിലേക്ക് പോവാണ്. അതുകൊണ്ടാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കിച്ചൺ ഇൻപുട്ട് ലിസ്റ്റ് ഇല്ലേ? കിച്ചൺ ഇൻപുട്ട് ലിസ്റ്റ് നമ്മളിവിടെ മേളിൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു UL, അതായത് കിച്ചൺ ഇൻപുട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു UL. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു കിച്ചൺ ഇൻപുട്ട് ലിസ്റ്റിനകത്തേക്കുള്ള ഒരു ടെക്സ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എംപ്റ്റി സ്ട്രിങ് ആക്കി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ആയോ നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഇത് ക്ലിയർ ചെയ്യാം. എടുത്ത് കളഞ്ഞു. സോൾട്ട് കൊടുത്തു, ഓക്കെയാണ്. പെപ്പർ കൊടുത്തു, ഓക്കെയാണ് അല്ലേ? ഇപ്പോൾ 2 എണ്ണം വെച്ചല്ലേ വരുന്നുള്ളൂ. ഇവിടെ സോൾട്ട് പെപ്പർ, ഇവിടെ സോൾട്ട് പെപ്പർ. ഞാൻ റൈസ് കൊടുത്തു, ഓക്കെയാണ്. അപ്പം 3 വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്, 3 വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അത് അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു 100 വാല്യൂ ആഡ് ചെയ്താലും ആ വാല്യൂസ് അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നാം, പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം ലോക്കൽ സ്റ്റോറേജിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ പ്രോജക്റ്റിലും സെയിം രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെറ്റ് ലോക്കൽ സ്റ്റോറേജും സെറ്റ് ലോക്കൽ സ്റ്റോറേജും ഒക്കെ നിങ്ങൾക്ക് ഗ്ലോബലായിട്ട് തന്നെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യത്തിന് മാത്രം നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. ചുമ്മാ നിങ്ങൾ എപ്പോഴും എഴുതാനായിട്ട് നിൽക്കേണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.